ബീഹാറിൽ 80,000 മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ബിജെപിയുടെ ആസൂത്രിത നീക്കം നടക്കുന്നതായി കണ്ടെത്തൽ. ബീഹാറിലെ ധാക്ക മണ്ഡലത്തിലാണ് വോട്ട് വെട്ടാൻ ശ്രമം നടന്നതായി ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് ആരോപിച്ചാണ് ബിജെപിയുടെ ഈ ആസൂത്രിത നീക്കം. ബിജെപി ML പവൻകുമാർ ജയ്സ്വാളിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. ബിജെപിയുടെ ലെറ്റർ ഹെഡിൽ ബീഹാർ സിഇഒക്ക് അയച്ച കത്തുകൾ പുറത്തു വന്നു. തൗഫീഖ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, നോക്കൂ, 80,000 പേരുകൾ വെട്ടാനുള്ള നീക്കം, 80,000 മുസ്ലിം വോട്ടുകൾ വെട്ടാനുള്ള നീക്കമാണ് ബീഹാറിൽ നടക്കുന്നത്. അതും ബീഹാറിലെ MLAയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ലെറ്റർ ഈ കത്ത് അടക്കം നൽകുന്ന സാഹചര്യം. എന്താണ് ശരിക്കും ബീഹാറിൽ സംഭവിക്കുന്നത് തൗഫീഖ്? ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ത്യൻ പൗരന്മാരില്ലെന്ന് ആരോപിച്ചാണ് ബീഹാറിൽ 80,000 മുസ്ലിങ്ങളെ ആസൂത്രിതമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ BJP ശ്രമം നടത്തിയതിന്റെ വിവരങ്ങളാണ് ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബീഹാറിലെ ധാക്ക മണ്ഡലത്തിലാണ് ഈ വോട്ട് വെട്ടാൻ ശ്രമം നടന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ധാക്കയിലെ BJP MLA ആയ പവൻകുമാർ ജയ്സ്വാളിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലും പാട്നയിലെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമാണ് ഈ വോട്ടുവെട്ടൽ അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. 80,000-ലധികം മുസ്ലിം വോട്ടർമാരെ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാണ് ഇവർ ആരോപിച്ചിരിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവർ സമീപിച്ചിരിക്കുന്നത്. വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടാൻ നൽകിയ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ജില്ലാ ഓഫീസർക്കാണ്, ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്കാണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. ധാക്ക നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ആസൂത്രിതവും ലക്ഷ്യബോധത്തോടെയുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പേരുകൾ ഇത്രയധികം ഒറ്റയടിക്ക് വന്നതിനാൽ ഇത് വെട്ടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് കമ്മീഷൻ എടുത്തതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ജയ്സ്വാൾ ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷമായ RJD 40,000 ഹിന്ദു വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതായിട്ട് അദ്ദേഹം ഒരു മറു ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി, ഈ റിപ്പോർട്ടിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകിയതുമില്ല. ഈ റിപ്പോർട്ടിംഗ് കളക്റ്റീവ് ചില വിവരങ്ങൾ, ചില തെളിവുകൾ കൂടി പുറത്തുവിടുകയും ചെയ്തിരുന്നു. കാരണം ഈ BJPയുടെ ലെറ്റർ ഹെഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ അതിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് പേര് വെട്ടേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരവും അതോടൊപ്പം തന്നെ അവരുടെ വോട്ടർ ID നമ്പറും ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു അപേക്ഷ നൽകിയത്. ബീഹാറിൽ SIRമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. BJPയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം ആദ്യവാരമായിരിക്കും ഈ പുതിയ വോട്ടർ പട്ടിക ബീഹാറിൽ പ്രസിദ്ധീകരിക്കുക. അതിന് മുന്നോടിയായിട്ടാണ് SIR ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഈ ധാക്ക മണ്ഡലത്തിൽ നിന്ന് മാത്രം ഇത്രയധികം വോട്ടർമാരെ ഒറ്റയടിക്ക് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് BJP തന്നെ അവരുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഇത്തരമൊരു അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്.